ഞങ്ങൾ തേക്കടിയിൽ നമ്മൾ ക്രിസ്മസിൽ വന്ന് വെക്കേഷനൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം തേക്കടി വരുവാണെങ്കിൽ നമ്മൾ കമ്പം തേനി റൂട്ടിൽ പോകുമ്പം ഗൂഡല്ലൂർ ആ ഒരു റോഡിലാണ് ഈ സൈഡിലൊക്കെ വെജിറ്റബിൾ ഫാമുകളുണ്ട്. അപ്പോൾ നമുക്ക് കയറി കാണാം. പക്ഷേ നമ്മൾ ചോദിക്കണം, ഇങ്ങനെ എല്ലാം അലൗഡ് അല്ല കയറുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ഫ്രണ്ടിൽ വന്നപ്പം ഇവിടുത്തെ ഓണറാന്ന് തോന്നുന്നു, പുള്ളി ഉണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് കയറി കണ്ടത് മുട്ടക്രോസ് ആണ് കേട്ടോ കൃഷി ചെയ്യുന്നത്. നോക്കി മുട്ടക്രോസ് ആ ചേച്ചി പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചാക്ക് നോക്കി നിറയെ മുട്ടക്രോസ് ഇരിക്കുകയാണ്. കണ്ടോ, ഒരുപാട് കേടായി പോയിട്ടുണ്ട്. കണ്ടോ, ഇത് കേടായി കിടക്കുവാന്നാ ചേച്ചി പറയുന്നത്. ഉള്ളിൽ കേട് കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നത്. പക്ഷേ ചേച്ചി പറയുന്നത് കേടാന്ന് പറയുന്നേ. ഇവിടെ അകത്ത് ഇങ്ങനെ ചെറിയൊരു ബ്ലാക്ക്, അതുപോലെ അവർ കളയും കേട്ടോ. നോക്കി, നല്ല ക്യാബേജ്. നമ്മുടെ ഇത് കൊത്തമരയാണെന്ന് തോന്നുന്നു, അമരപ്പയറാണ്. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണേ. ഇതാണ് നമ്മുടെ നീലാമരിയോ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ. എനിക്കിതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ മെഴുക്കുവരട്ടി തോരനൊക്കെ ഉണ്ടാക്കാനേ. അത് വിളവെടുക്കാറായിട്ടുണ്ട്, പക്ഷേ ഇപ്പം മരുന്നടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങ് നോക്കി അവിടെയൊക്കെ ഈ കെമിക്കൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവരത് പറിക്കത്തില്ല. കെമിക്കൽ അടിച്ച് ഒരു 8 ദിവസം കൂടുമ്പോഴൊക്കെ പറിക്കത്തോളെന്നാണ് പറയുന്നത്. അപ്പം അമരപ്പയർ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ക്യാബേജ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. തമിഴ് തെരിയാതെ കൊഞ്ചം തരി ചേച്ചി. നമുക്ക് കുറച്ചുകൂടെ ക്യാബേജൊക്കെ പറിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവാണേ. ഇതാണ് പാകം. ചിന്നത് നല്ലത്, ചിന്നതാണ് ഏറ്റവും നല്ലത്. വലുതൊക്കെ ആണെങ്കിൽ അത്ര ടേസ്റ്റ് കാണത്തില്ലെന്നാണ് പറയുന്നത്. അപ്പം നമുക്കൊരു 4-5 എണ്ണം മേടിക്കാവേ. വേണ്ട ഇക്ക വേണ്ട. ഹായ്, ഇതാ എത്ര എണ്ണം ഇവിടെ കേടായി പോയേക്കുന്നില്ലേ. ഇത്രയൊക്കെ കൃഷി ചെയ്യുമ്പോൾ അതൊക്കെ വരും. വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതാണ്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവാന്നേ ക്യാബേജ്. ഇതാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്. ഇവർ നല്ല ക്യാബേജ് നോക്കി എടുക്കുന്നത് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കി, അടിപൊളി ആംബിയൻസ് കേട്ടോ ഇവിടെ. ഈ ക്യാബേജിൽ സ്ഥിരമായിട്ടുണ്ടാവുന്ന ഒരു ആക്രമണമാണ് ഒച്ച. കണ്ട ഒച്ചുണ്ടേ. ആ കുഴപ്പമില്ല ചേച്ചി. ഓക്കെ, അറിയോ അങ്ങ് വരുവോ? ഓ അത് ശരി. പച്ചക്കറി കൊണ്ടുവരും വെജിറ്റബിള്. നമുക്കാണ് ഫ്രീ ആയിട്ട് തന്നെയാണ് ഒരു ചേട്ടന്. അപ്പൊ സാധാരണ നമ്മൾ കാശ് കൊടുത്തല്ലേ മേടിക്കുന്നേ. ഇത് നമ്മൾ ആദ്യമായിട്ട് ഫ്രീ ആയിട്ട് തന്നെ.